ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. എന്താ ബൈദാവി, തഫ്സീറുൽ ബൈദാവി എവിടെത്തി? ഞാൻ ഓദിക്കണില്ല. എന്താണ് വസ്തിക്കാക്ക എന്തിനാണെന്നൊക്കെ പറഞ്ഞു. ഫാറൂഖിന് ഭയങ്കര ക്ഷീണമുണ്ട്. എന്താണ് വല്യസ്മീൻ ഉരീദ ബിഹിൽ ലഫ്ള്? അതല്ലേ പിന്നെ ഞങ്ങൾ വല്യസ്മു ബൈത്ത് എവിടെയാണ്? അവിടെ വല്യസ്മു ഇസ്മാകുന്നത് ഇൻ ഉരീദ ബിഹിൽ ലഫ്ളു പദം മാത്രം ഉദ്ദേശിച്ചാൽ ഗൈറുൽ മുസമ്മ, അത് ആളല്ല, പേരിടപ്പെട്ട ആളല്ല. ലിഅന്നഹു, കാരണം ഈ പദം എന്നത് യതഅല്ലഫു മിൻ അസ്വാത്തിൻ മുഖത്താത്തിൻ ഗൈരി ഖാറത്തി. ലഫ്ള് എന്ന് പറഞ്ഞാൽ അത് ശബ്ദങ്ങളാൽ ഇണങ്ങുന്നതാണ്. മിൻ അസ്വാത്തി, ശബ്ദങ്ങളാൽ തഅല്ലുഫാകുന്നതാണ്. മുഖത്താത്തിൻ, മുറിഞ്ഞ ശബ്ദം, അതായത് ഒരക്ഷരം കഴിഞ്ഞാൽ അടുത്ത അക്ഷരം, അങ്ങനെ മുറിഞ്ഞ ശബ്ദം. അങ്ങനെ നീണ്ടുപോകില്ലല്ലോ. ഒരു കാരത്തിൻ, സ്ഥിരതയില്ലാത്ത. പദം വ്യത്യാസമാകുകയും ചെയ്യും. ബിഖ്തിലാഫിൽ ഉമമി വൽ ആശ്വാരി, സമുദായങ്ങളും കാലങ്ങളും വ്യത്യാസമാകൽ കൊണ്ട്. ഒരാൾക്ക് തന്നെ ചിലപ്പോ പേരിൽ ചില ചേഞ്ചിങ് ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഓരോ ഭാഷ അനുസരിച്ചൊക്കെ ചിലപ്പോൾ വരും. ഒരു ഭാഷക്കാര് ഒരേ പേരനാണെങ്കിൽ ചിലപ്പോൾ വിളിച്ചുമ്പോ ചെറിയ അക്ഷര സ്പെല്ലിങ് മാറലൊക്കെ ഉണ്ടല്ലോ. മറ്റു ഭാഷയിലുള്ള പേര് ഇതിലേക്ക് വരുമ്പോ അപ്പൊ ഇവര് പറയുമ്പോ മാറും. അപ്പൊ കാലങ്ങൾ മാറൽ കൊണ്ടും സമുദായങ്ങൾ മാറൽ കൊണ്ടൊക്കെ പേരുകൾ അല്ലെങ്കിൽ ലഫ്ളുകളൊക്കെ എന്താകലുണ്ട്, മാറലുണ്ട്. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ഇരുന്നോ, ഇസ്മ കൊണ്ട് അസ്വാത്തു മുഖത്താത്തു ഹുറൂഫ് മുഅല്ലഫത്തു ഉദ്ദേശിച്ചാൽ, മുസമ്മ കൊണ്ട് ദവാത്തു ഉദ്ദേശിച്ചു, വ്യക്തികൾ. വൽ ഹഖായിഖ് ബി അയാനിഹ, മുഅയ്യനായ ഹഖീഖത്തുകൾ ഉദ്ദേശിച്ചാൽ വൽ ഇൽമു ദറൂറിയു ഹാസിലു, ഉറപ്പായ അറിവ് കിട്ടും. ബി അന്നൽ ഇസ്മ ഗൈറുൽ മുസമ്മ, ഇസ്മ എന്തല്ല, മുസമ്മ അല്ല. ദറൂറത്ത അന്നൽ അസ്വാത്തുൽ മുഖത്താത്തുൽ ഗൈറുൽ ഖാറത്ത, മുഖത്താത്തായ സൗത്തുകള് സ്ഥിരതയില്ലാത്ത, അത് തഖ്തലിഫു ബിഖ്തിലാഫിൽ ഉമമി വൽ അസ്വാരി, അത് കാലങ്ങളും സമുദായങ്ങളും മാറിക്കൊണ്ട് വ്യത്യാസമാകുന്നുണ്ട്. ദൂന ദവാത്തി വൽ അയാനിൽ ഖായിമത്തി ബിനഫ്സിഹ, സ്വയം നിലനിൽക്കുന്ന ദാത്തുകള് എപ്പോഴും ഒന്നെന്നെ ആവുള്ളൂ. അമേരിക്കയിൽ പോയാൽ നമ്മളല്ലാതാവൂല, കുപ്പായൊക്കെ മാറ്റേണ്ടിയിരുന്നുള്ളൂ. വഅയ്ദൻ ഖദ് തകൂനു ദാത്തു, വീണ്ടും മറ്റൊരു കാരണം, ദാത്തുൽ വാഹിദത്തു ബി ഇബാറാത്തി മുതഅദ്ദിദ, ഒരു ദാത്തിനെ വിവിധ ഇബാറത്തുകളെ കൊണ്ട് പറയാറുണ്ട്. വൽ വാഹിദു ഗൈറു അൽ മുതഅദ്ദിദ്, ആ ഒരാളെ എന്താകൂല, എണ്ണാകണില്ല, ഇബാറത്തുകൾ എണ്ണാകലുണ്ട്. ഫലാ തകൂൻ മസ്അലത്തു മിമ്മാ യസിഹു യഖ്തലിഫ ഫീഹി അൽ ഉഖലാഉ, അപ്പോൾ ലഫ്ളും മുസമ്മിം രണ്ടാണ് എന്നതിൽ ബുദ്ധിമാന്മാരെന്താകൂല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകൂല. ലഫ്ളും മുസമ്മിം രണ്ടാണെന്നല്ലേ. വഇൻകാനൽ മുറാദു ബിൽ ഇസ്മി സൈനബ വ സൈദിൻ ദാത്ത ശഖ്സൽ മുസമ്മ, ചിലപ്പോൾ നമ്മുടെ ഇസ്മു കൊണ്ട് ആളെ ദാത്തിനെ ഉദ്ദേശിച്ച് പറയലുണ്ട്. സൈനബ് പറഞ്ഞാൽ ആ പദം വന്നു എന്നല്ല, ദാത്ത് വന്നു എന്നല്ല.
അപ്പൊ ഇസ്മ ഐനുൽ മുസമ്മ ആകലുണ്ട്. അപ്പൊ രണ്ട് ഉപയോഗം ഉണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇല്ല അന്ന ലഫ്ളൽ ഇസ്മി ലം യസ്തഗിർ ഫി ഹാദൽ മാന. പക്ഷെ ഇസ്മ എന്ന് പറയുമ്പോ അത് ആ ദാത്ത് എന്നല്ല ഉദ്ദേശം. ഇസ്മ എന്ന പദം ആരെന്നെയാണ്? ബൽ മഷ്ഹൂർ ഇത്ലാഖു അലൽ ഇബാറത്തിൽ മൗദൂഅത്തി, വാചകത്തിനാണ് പറയല്, ഇബാറത്തിനാണ് പറയല്. ബിഇസാഇ ദവാത്തി, ദാത്തുകൾക്ക് നേരെ നമ്മൾ പറയപ്പെടുന്ന, അതിനു വേണ്ടി വെക്കപ്പെടുന്ന വാക്കുകൾക്കാണ്. വൽ ഹാസിലു അന്നഹു ലാ വജ്ഹ ലിഖ്തിലാഫിൽ ഉഖലാഇ ഫി അന്നൽ ഇസ്മ ഹുവ ഐനുൽ മുസമ്മ. ഇസ്മ എന്ന് പറഞ്ഞത് മുസമ്മാന്റെ ഐനാണോ അല്ലേ എന്നുള്ളതില് ബുദ്ധിമാന്മാരെ അഭിപ്രായ വ്യത്യാസം ആകൂല. അത് എന്താണ് ഉദ്ദേശം എന്ന് നോക്കിയാൽ തീരുമാനാകും. ഇസ്മ കൊണ്ട് ലഫ്ളാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഗൈറുൽ മുസമ്മയാണ്. ഇസ്മ കൊണ്ട് ദാത്തിനെ ഉദ്ദേശിച്ചാൽ ഐനുൽ മുസമ്മയാണ് എന്ന് പറയാം. മനസ്സിലായ? എന്നിട്ട് വെറുതെ തർക്കിച്ചിക്കണ ചിലര് ഇസ്മ ഐനാണോ ഗൈറാണോ. അത് ഇസ്മ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ ആക്കിയാല് രണ്ട് തർക്കത്തിനും വകുപ്പില്ലാന്ന് മനസ്സിലാവും. വെറുതെ തർക്കിക്കാന്ന് മനസ്സിലാകും. ചിലരെ വെറുതെ തർക്കിച്ചിക്കണ്. ചിലരൊരു അയിനാണ്, ചിലര് വയറാണ്. രണ്ടാളും അഭിപ്രായ വ്യത്യാസമില്ല. ഇയാൾ ഇതിലേക്ക് നോക്കിയിട്ട് അയിനാണെന്ന് പറയുന്നു, ഇയാൾ മറ്റേലേക്ക് നോക്കിയിട്ട് വയറാണെന്ന് പറയുന്നു. വേർതിരിച്ച് മനസ്സിലാക്കിയാല് രണ്ടാളും തമ്മിൽ ഫർക്കില്ല. വെറുതെ തർക്കിക്കാണ്. അപ്പൊ അതായത് ചില ഭാഷയില് ഇങ്ങോട്ടേക്ക് ഇസ്മിനെ ദാത്തിനായിട്ട് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. റഅയ്തു സൈദ് എന്ന് പറഞ്ഞാല് ഇസ്മിനെ കണ്ടു എന്നല്ലല്ല. ചിലയിടത്ത് എന്താണ് ഇസ്മിനെ പദത്തിന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് കാണും ഇങ്ങനെ വെറുതെ തർക്കിക്കണേ. ബുദ്ധിമാന്മാര് തർക്കിക്കേണ്ടതല്ല, തർക്കിച്ചിട്ടുണ്ട്, അത് ശരിയല്ല എന്നർത്ഥം. കേട്ടെ. അപ്പൊ എന്താണ് മൂപ്പര് രണ്ടാണെന്നുള്ളതിന്റെ കാരണം പറഞ്ഞത്. കാറത്തല്ലാത്ത മുറിഞ്ഞു വരുന്ന ശബ്ദങ്ങളാൽ ഇണങ്ങിയതിനാണ് ലഫ്ള് എന്ന് പറയാ. എന്തുകൊണ്ട് വ്യത്യാസം വരുന്നുണ്ട്? അപ്പൊ അത് ആണ് ലഫ്ള് വേറെ തന്നെയാണ്. ലഫ്ള് എണ്ണമാവലുണ്ട് കാറത്തൻ ചിലപ്പോൾ, ചിലപ്പോൾ അത് എന്താകലുണ്ട്, ഒന്നാകലുണ്ട്. ഒരാളെ പറ്റി തന്നെ വിവിധ പദങ്ങൾ ഉപയോഗിച്ച് പറയലുണ്ട്. ചിലപ്പോൾ ഒരാളെ പറ്റി ഒറ്റ പദം ഉപയോഗിച്ചു പറയലുണ്ട്. ആള് ഒന്നായിരിക്കും. അപ്പൊ ലഫ്ള് വേറെ ആള് വേറെ എന്നത് ഉറപ്പാണ്. ലഫ്ള് ഉദ്ദേശിച്ചാല് ഇസ്മ കൊണ്ട് ലഫ്ള് ഉദ്ദേശിച്ചാല് രണ്ടില്ലത്താണ് കേട്ടോ പറഞ്ഞത്. എന്ന് അറിഞ്ഞതും കൂടെ എന്റെ കൂടെ ചേർത്ത് പറഞ്ഞു. മുസമ്മ ഒരിക്കലും അതല്ലല്ലോ, ഇങ്ങനെ അല്ലല്ലോ. ഈ തഅദ്ദുദ് ഉണ്ടാവില്ലല്ലോ, എണ്ണം ഉണ്ടാവില്ലല്ലോ, ശബ്ദങ്ങളല്ലല്ലോ, പരികാരത്തായ ശബ്ദങ്ങളല്ലല്ലോ, ഇഖ്തിലാഫ് ആകണില്ലല്ലോ, തഅദ്ദുദ് ആകണില്ലല്ലോ. മനസ്സിലായി? അവിടെ പറഞ്ഞ കാരണങ്ങളൊന്നും ആർക്ക് വരാൻ പറ്റൂല, മുസമ്മക്ക് വരാൻ പറ്റൂല. ഇസ്മ കൊണ്ട് ചിലപ്പോ ദാത്ത് ഉദ്ദേശിക്കലുണ്ട്. അപ്പൊ അത് മുസമ്മന്നെ. പക്ഷെ ഇസ്മ എന്ന് പറയുമ്പോ ദാത്ത് ഉദ്ദേശിക്കുന്നത് പ്രശസ്തമല്ല, പ്രശസ്തം അല്ല. ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്കാകുന്നത് തബാറകസ്മു റബ്ബിക, നിന്റെ റബ്ബിന്റെ ഇസ്മ മഹത്വമുള്ളതായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, അതുപോലെ സബ്ബിഹ് ഇസ്മ റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമത്തെ നീ പരിശുദ്ധമാക്കൂ എന്ന് പറഞ്ഞാലും അൽ മുറാദ് ബിഹിൽ ലഫ്ള്, നാമം തന്നെയാണ് മൂപ്പര നിലപാടാണ്. അങ്ങനെ തന്നെ പോകുക നല്ലത് ഒരെടുക്കന്. കാരണം അത് ഇസ്മോട് പറഞ്ഞില്ലേ, ഇസ്മിന് നമ്മൾ എന്താക്കണം, പരിശുദ്ധത കൊടുക്കണം. അള്ളാന്റെ നാമം എവിടെയും കൊണ്ടുപോയിടരുതേ. അള്ളാന്റെ നാമം അതിനെ മഹത്വപ്പെടുത്തണം, അത് എവിടെയും കക്കൂസ് കൊണ്ടുപോയിടരുതേ, കഫറായി പോകും. അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്. അതല്ലാതെ രാമന്റെ നാമന്റെ കൂടെ അള്ളാന്റെ നാമം ചേർത്ത് വെക്കരുത്. അതിലുണ്ട് ആണ് ബസ്സിലൊക്കെ രണ്ടും കൂടി ചേർത്ത് കണ്ട് വെക്കണേ. അപ്പൊ അതൊക്കെ സബ്ബിഹിസ്മ, നീ പരിശുദ്ധനാക്കണം എന്ന് പറഞ്ഞതിന്റെ വിരുദ്ധാണ്. അടിപൊളി കൊണ്ടുപോയിടരുത്. കിതാബൊക്കെ കൊണ്ടുപോയിടുമ്പോഴും അവിടെ അള്ളാന്റെ നാമുണ്ട്, അപ്പൊ എവിടെയും കൊണ്ടുപോയിടരുത്.
ആ ലഅന്നഹു നിശ്ചയം കാര്യം കമാ യജിബു തൻസീഹു ദാത്തിഹി സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദാത്തിനെ നിങ്ങളോട് ഞാൻ ലേഖനം എഴുതാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ എഴുതലില്ല. അന്നങ്ങോട്ട് വന്ന് കാട്ടി തരൂല്ല. അവിടെ പോയിക്കാണ്ട് എഴുതാൻ കഴിയാതെ കൊടുക്കാൻ. അള്ളാഹുവിന്റെ ദാത്തിനെ പരിശുദ്ധനാക്കൽ നിർബന്ധമാണ് എന്നതുപോലെ വസിഫാത്തിഹി അള്ളാഹിന്റെ സിഫത്തുകളെയും തൻസീഹു ദാത്തിഹി വസിഫാത്തിഹി അനിന്നഖായിസി നുന്നതയെ തൊട്ട് വായിക്കടോ അൽഫാലിൽ മൗദൂഅത്തി ആ പദങ്ങളെയും തൻസീഹാക്കൽ നിർബന്ധമാണ്. അൽ മൗദൂഅത്തി വെക്കപ്പെട്ടതായ ലഹാന്നാണോ ആ ദാത്തിന് വേണ്ടി വെക്കപ്പെട്ടതായ പദത്തിനെയും തൻസീഹാക്കണം. ലഹ എന്ന് പറഞ്ഞ ദാത്ത് മുഅന്നസായതുകൊണ്ട് പറഞ്ഞതാണ്. എന്തിനെ തൊട്ട് പരിശുദ്ധനാക്കണം? അഴുക്കുകളെ തൊട്ടും അദബ് കേടിനെ തൊട്ടൊക്കെ പരിശുദ്ധനാക്കണം. അഴുക്കിലൊന്നും കൊണ്ടിടരുത്. അല്ലെങ്കിൽ സബ്ബിഹിസ്മന്റെ മാന അല്ലെങ്കിൽ തബാറകസ്മുന്റെ മാന അവൽ ഇസ്മു അല്ലെങ്കിൽ അവിടെയുള്ള ഇസ്മ ഫീ അതിലുള്ള ഇസ്മ മുഖഹമുൻ സായിദയാക്കപ്പെട്ടതാണ്. ജവാബുൻ സാനിയാണത്. മനസ്സിലായ? അങ്ങനെ 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 മുഖഹമായിട്ട് എന്ത് പറയാറുണ്ട്? അങ്ങനെ പദം ഇസ്മ എന്ന് പറഞ്ഞ പദം പറയാറുണ്ട്. കവിയുടെ വാക്കുന്ന നോക്ക്. സലാം ഇലൽ ഹൗലി സുമ്മ സ്മു സലാമി അലൈക്കുമാ. ലബീദിന്റെ കൗലാണത്. ലബീദിനെ പറ്റി പഠിക്കണം. ലബീദ് കുറെ പറഞ്ഞിക്കണേ. ഒരു കൗലാണ്. തമന്നബനത്തായ എന്നുകൊണ്ട് ഒരു വലിയ പാട്ടുണ്ട്. ഇലൽ ഹൗലി സുമ്മ സ്മു സലാമി ഇലൽ ഹൗലി ഹൗല് വരെ ഒരു വർഷം വരെ നിൽക്കാം. സലാമി അലൈക്കുമാ സലാമിന്റെ സലാമാകുന്നത് നിന്റെ മേലുണ്ടാവട്ടെ എന്നല്ലേ അർത്ഥമുള്ളൂ. സലാമിന്റെ പേര് സലാം എന്ന ആ അക്ഷരം നിന്റെ മേലുണ്ടാവട്ടെ എന്നല്ലല്ല, രക്ഷ നിന്റെ മേലുണ്ടാവട്ടെ എന്നാണ്. അപ്പൊ സുമ്മ സലാമു അലൈക്കുമാ എന്ന് പറഞ്ഞിടത്ത് എന്ത് പറഞ്ഞു? സലാമിന്റെ പേരുണ്ടാവട്ടെ. പേരുണ്ടായിട്ടത്തെ കാര്യം, സലാമിന്റെ പേരുണ്ടായിട്ട് കാര്യം, അക്ഷരങ്ങൾ ഉണ്ടായിട്ട് കാര്യമുണ്ട്, അസ്വാത്തുകൾ പദങ്ങൾ ഉണ്ടായിട്ട് കാര്യമുണ്ട. രക്ഷ ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ ഇസ്മു എന്ന് പറഞ്ഞത് വലിയ അർത്ഥത്തിനെന്നല്ല പറഞ്ഞത്. എന്നതുപോലെ വർദ്ധിപ്പിക്കരുത്. അത് ചിലയിടത്ത് അങ്ങനെ ഉപയോഗിക്കലുണ്ട്. ഇസ്മു മുസമ്മി രണ്ടാണെന്നതിന് എത്രയോ പറയാന്ന്. എന്താണ് അക്കൽത്തു ഇസ്മൽ പൊറാട്ടി എന്ന് അറിയും പറയോ? പൊറാട്ടന്റെ നാമം തിന്നൂന്ന്. അക്കൽത്തു ഇസ്മൽ ഖുബ്സി. രണ്ടാ ഇസ്മ വേറെ പൊറാട്ട വേറെ. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് ഞാൻ തുടങ്ങുന്നല്ല നമ്മൾ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? അപ്പൊ നാമം എന്ന് പറഞ്ഞത് എന്താണെന്നാ പറഞ്ഞത്? ലഫ്ളാണ് ഉദ്ദേശമെങ്കില് ഗൈറുൽ മുസമ്മയാണ്. എന്തല്ല ദാത്ത് അല്ല. അള്ളാഹുവിന് പേരിട്ട്. അപ്പൊ പേര് കൊണ്ട് തുടങ്ങാന്ന് പറഞ്ഞാല് പേര് എന്ന് പറഞ്ഞാൽ ദാത്ത് കൊണ്ട് തുടങ്ങാന്നല്ല. ഇബാറത്താണ് ഉദ്ദേശമെങ്കിൽ, ആ പദങ്ങളാണ് ഉദ്ദേശമെങ്കിൽ അത് ഗൈർ തന്നെയാണ്.
ദാത്തുഷൈഇനെ ഉദ്ദേശിച്ചു എന്താകലുണ്ട്? അതാ വൈൻ ഉരീദ, നമ്മള് വൽ ഇസ്മു ഇൻ ഉരീദ ബിഹി ലഫ്ളു, പിന്നെ പുറത്തറിഞ്ഞു വൈൻ ഉരീദ ബിഹി ദാത്തുഷൈഇ. അതാ ആ തർജീഹ് ശ്രദ്ധിക്കണം. ഇസ്മു കൊണ്ട് ലഫ്ള് ഉദ്ദേശിച്ചാൽ ഗൈറുൽ മുസമ്മയാണ്, ഇസ്മു കൊണ്ട് ദാത്തുഷൈഇനെ ഉദ്ദേശിച്ചാൽ മുസമ്മയാണ്. അത് കഴിഞ്ഞിട്ടാ ഇനി വൈൻ ഉരീദ ബിഹി സിഫത്തു. അടാ തർജീഹ് ശ്രദ്ധിക്കാൻ ഞാൻ പയക്കും. പിന്നെ നിർത്താം. സിഫത്തിനെ ഉദ്ദേശിക്കപ്പെട്ടാൽ ഇയാളിപ്പോഴും കിതാബ് മാറ്റിയിട്ടില്ല. പിന്നെ അബുൽ ഹസൻ അൽ അശ്അരി, ആരുടെ അഭിപ്രായം എങ്ങനെയാണ്? ഇമാം അബുൽ ഹസൻ അൽ അശ്അരിയുടെ അഭിപ്രായം സിഫത്ത് ഈ ബിഹി ഇസ്മു കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ അസിഫത്തു, സിഫത്തിന് അർ-റഹ്മാനു പറഞ്ഞത് അള്ളാഹുവിന്റെ നാമം ആണല്ലോ. അനുഗ്രഹം ചൊരിയുന്നവൻ, അൽ അസ്സമിയു കേൾക്കുന്നവൻ, ഇങ്ങനെ സിഫത്താണ് ഉദ്ദേശിച്ചതെങ്കിൽ അല്ല ദാത്തു അല്ല, ആ പദു അല്ല, ലാത്തു അല്ല, പദു അല്ല, മറിച്ച് ഒരു വിശേഷണം ഉദ്ദേശിച്ചാൽ ഇമാം നമ്മളെ ഇമാമാണ് ഇൻകസമ, അങ്ങനെ ഉദ്ദേശിച്ചാൽ ആ ഇസ്മ ഓഹരിയാകും. ഇൻകസാമ സിഫത്തി, സിഫത്ത് ഓഹരിയാകും പ്രകാരം ഇന്ദഹു അദ്ദേഹത്തിന്റെ അടുക്കല് അത് ഓഹരിയാകും. എന്തൊക്കെ സിഫത്ത് ഓഹരിയായാലും എന്തിലേക്കാണ്? ഇലാമാ ഹുവ നഫ്സുൽ മുസമ്മ, ഇലാമാ ഒന്നിലേക്ക്, ഹുവ അതാകുന്നത് മുസമ്മാന്റെ നഫ്സാകാം. വഇലാമാ ഹുവ ഗൈറുഹു, മുസമ്മ തന്നെ ആവാന്നർത്ഥം, മുസമ്മാന്റെ ഗൈറാകാം. വഇലാമാ ഒന്നിലേക്കും, ലൈസ ഹുവ വലാ ഗൈറുഹു, മുസമ്മയായ ദാത്തിന്റെ നഫ്സു അല്ല ഗൈറു അല്ല, ഇങ്ങനെ 3 ഇനങ്ങളായ സിഫത്തുകൾ ഉണ്ടാകും. അപ്പൊ അള്ളാഹുവിന്റെ സിഫാത്താണ് ഇസ്മുകളെ കൊണ്ട്. അപ്പൊ ബിസ്മില്ലാഹി പറഞ്ഞാൽ ബിസിഫാത്തില്ലാഹി, അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ന് പറഞ്ഞാല് നേരെ ആ വ്യക്തി പേരല്ല, മറിച്ച് അർത്ഥമുണ്ട്. അർത്ഥത്തില് ഇസ്മ നേരെ ഇസ്മ കൊണ്ട് അലമിനെ ഉദ്ദേശിച്ചാല്, അതാണ് ആദ്യം പറഞ്ഞത്. ആ അദ്ദേഹത്തിന് പറയുന്ന ഒരു പേര്, അർത്ഥമൊന്നും നമ്മൾ എന്താക്കണില്ല, നോക്കണില്ല. അയാൾക്കുള്ള വിശേഷണം എന്നുള്ള അർത്ഥത്തിനല്ലല്ല. ഈ ചങ്ങായിക്ക് ഫാറൂഖ് ആണ്, ഇയാൾക്ക് ഒരു ഫർക്കും ഉണ്ടാവില്ല, എന്നാലും ഇയാളെ പേര് ഫാറൂഖാ. അപ്പൊ അതാ വേഗം വാങ്ങണം നമുക്ക്. സൂപ്പറാവും ഞാൻ കാണിക്കുമ്പോഴ സിഫത്തിനെ ഉദ്ദേശിച്ചാൽ നിങ്ങളെ ബൈക്കുമ്പോ ചളിയൂല്ലേ? ഇത് പെരീക്കൊണ്ടായാലും ഇപ്പൊ പെരക്കാരെടുത്ത് പോയി. പിന്നെ അതാ പ്രശ്നം. മനസ്സിലായ? നമ്മളെ പേരാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ വാക്ക്, ആ പേരിട്ട പേര് എന്നർത്ഥത്തിനാണ് ആകാം. പേര് പറയുമ്പോ തന്നെ സൈനബ എന്ന് പേര് പറയുമ്പോൾ സൈനബ എന്നുള്ള പേര് മാത്രം ഉദ്ദേശിക്കാം. സൈനബ എന്ന വ്യക്തിയെ ഉദ്ദേശിക്കുക. സൈനബ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഉദ്ദേശം. ഇനി ആ വ്യക്തി പേരിനെ അല്ലാതെ, അലമിനല്ലാതെ അയാളുടെ വിശേഷണമായിട്ട് നമ്മള് ചിലപ്പോ പറയലുണ്ട്. അവിടെ 3 ഇനങ്ങളായിട്ട് തിരിയുന്നതാണ് ഇപ്പൊ ഇമാമ് പറഞ്ഞതായിട്ട് പറയുന്നത്. വ്യക്തിപേരാകുമ്പോ അവിടെ വിശേഷണം അതിന്റെ അമയനെ ഉദ്ദേശിക്കണില്ല. നേരെ അയാൾക്ക് പറയാൻ പറ്റുന്ന ഒരു നാമം, ഒരു പദം എന്നേ അർത്ഥമുള്ളൂ ഈ വ്യക്തിപേരാകുമ്പോ. സിഫത്താകുമ്പോ അള്ളാഹുവിന്റെ സിഫാത്തുകളെ കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാലേ മനസ്സിലായ? ഫഇന്നൽ ഇസ്മ അലാ റഈഹി മാ യദുല്ലു അലാ ദാത്തി.
മുസ്തക്കൻ കാന വൈറമാ കാന മുസ്തക്കൻ യൻഖസിമു ഇലാ മാ യദുല്ലു അലാ സിഫത്തിൻ ഹഖീഖത്തിൻ ഖദീമത്തിൻ ഖായിമത്തിൻ ബിദാതിഹി. അപ്പൊ മുസ്തക്കാണെന്ന് വെക്കുക, അതാണ് സിഫത്താണെന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ. മറ്റൊന്നിനെ പിടിച്ചിട്ട് ഇസ്മുഫായിലാണെന്ന് വെക്കുക. അങ്ങനെയാകുമ്പോൾ അത് ഹക്കീക്കത്തും ഖദീമത്തുൻ. അള്ളാഹുവിന് ഒരു സിഫത്തുണ്ടല്ലോ, ആലിം. ഹക്കീക്കത്തായ സിഫത്താണ്. യഥാർത്ഥത്തിൽ ഇൽമ എന്നൊരു സിഫത്ത് തന്നെ അള്ളാഹ്ക്കുണ്ട്. ഇത് ആലിമായതുകൊണ്ട് അവൻ എന്തുവാണ്, ഇൽമ എന്നൊരു സിഫത്ത് തന്നെ അവൻക്ക് ഉണ്ട്. ഖദീമായ സിഫത്താണ്. കായിമത്തും ബിദാത്തി. ഇൽമ അള്ളാഹുവിന്റെ ദാത്തിൽ കായിമായ, എവിടെ കായിമ, അള്ളാഹുവിന്റെ ദാത്തിൽ കായിമായ ഖദീമായ ഹക്കീക്കിയ യഥാർത്ഥത്തിലുള്ള ഒരു സിഫത്തുള്ളവൻ എന്നാണ്. ഇൽമ എന്ന സിഫത്തുള്ളവൻ എന്നാണ് എന്തിന്റെ അർത്ഥം, ആലിമിന്റെ അർത്ഥം. ചിലർ പറഞ്ഞില്ലേ ആലിം എന്ന് പറയാ, ഇൽമ എന്ന് സിഫത്തുണ്ട് എന്ന് പറയരുത്. മുത്തസിലത്തിന്റെ ഒക്കെ വാദം എന്താ, അതുപോലെ ചില ഈ ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ അള്ളാഹിനെ വിശ്വസിക്കുന്ന ഭൗതികന്മാരുണ്ട്, ശരീഅത്ത് സ്വീകരിക്കാതെ. ആ മുത്തസിലത്തിന്റെ വാദം അതാണ്. എന്ത്, ഇൽമ എന്ന് ഉണ്ട് എന്ന് പറയരുത്, ആലിമ എന്ന് പറയാ. കാരണം ഇൽമ എന്ന് പറഞ്ഞത്, അപ്പൊ അള്ളാഹ്ക്ക് വേറൊരു ആലിമിന്റെ പുറമെ ഒരു ഇൽമ എന്ന് പറഞ്ഞൊരു സിഫത്തുണ്ട് എന്ന് പറയുമ്പോ അള്ളാഹിന്റെ പുറമെ വേറെ സാധനം കൂടി ഉണ്ട് എന്ന് വരും. അത് ഖദീമാണെന്ന് പറയുമ്പോ അപ്പൊ ഖദീമ കുതമായ എണ്ണമാകല് വരും. ആലിമ എന്ന് പറഞ്ഞ ഒരുവനുണ്ട്. പിന്നെ ഇൽമ എന്ന് പറഞ്ഞതും കുദറത്ത് പറഞ്ഞത് ഇറാദത്ത് ഹയാത്ത് സംഹ ബസറ് ഒരുപാട് കുതമായ എണ്ണമായാല് എന്താണ്, ശിർക്കായി. നമ്മൾ പറയുന്നു സിഫാത്തുകളായ എണ്ണമാകല് എന്തല്ല, മുഹാല് അല്ല, ഒരു ദാത്തുമല്. അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തില് കൗലുഹു ഖാദിർ എന്ന്, ഖാദിർ മുരീദ് ആലിമും ബിക്കുല്ലി ഷൈഇ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കൗലുഹു ഖാദിർ എന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഖുദ്റത്തുൻ ഇറാദത്തുന്ന് വേറെ തന്നെ കൊടുത്തത്. ഖാദിർ അറിയാൻ പിന്നെ ഖുദ്റത്തുന്ന് ഉണ്ട് എന്നും പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ മുത്തസിലത്തിനെ റദ്ദ് ചെയ്യാന് നമ്മളെ അങ്ങനെ പഠിപ്പിക്കാണ്. 20 ഫുള്ള് പറഞ്ഞാൽ ഖാദിർ അവിടെ സംഭവം ഉള്ളത്, ഖുദ്റത്തുണ്ട് എന്ന് അവരെ റദ്ദ് ചെയ്യാൻ ഉള്ളത് കൊണ്ട് നമ്മൾ അത് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ. അവിടെ ആവർത്തന വിരസത ഉണ്ടോന്ന് തോന്നിപ്പോകും. എന്താ രണ്ട് വ്യത്യാസം. ആലിമാണ് ഇൽമില്ലാന്ന് പറഞ്ഞ പോലെ റദ്ദ് ചെയ്യാനാണ് ഇൽമും ഉണ്ട് എന്നും കൂടി കൂട്ടി പറഞ്ഞതാണ്. ഈ ഖുദ്റത്ത് എന്നൊരു സിഫത്തുണ്ട് അള്ളാഹ്ക്ക്. ഇൽമ എന്ന് പറഞ്ഞിട്ട് സിഫത്തുണ്ട്. അത് എന്തല്ല, അള്ളാഹിന്റെ ദാത്തിന്റെ ഐനല്ല. എന്തല്ല, ദാത്തിനെക്കാട്ട് സായിദായ ഒരു സിഫത്തുണ്ട് എന്ന് അവർ പറയുന്നത്, അശരീമാൻ പറയുന്നത്. എന്ത്, ആലിമ എന്ന അള്ളാഹ്ക്ക് ഇൽമ എന്ന് പറഞ്ഞിട്ട് ആ ദാത്തിനെക്കാട്ട് ദാത്ത് അല്ലാത്ത ഒരു ദാത്തായ ഒരു ഇൽമ എന്ന് പറഞ്ഞിട്ട് ഖുദ്റത്ത് അറിഞ്ഞിട്ട് ഒരു സിഫത്തും കൂടി ഉണ്ട്. എന്തല്ല, ആലിമാണ് അതോടുകൂടെ വൈറുദാത്തായ സായിദത്തു അലദാത്തായ ഒരു ഇൽമ എന്ന് പറഞ്ഞിട്ട് ഖുദ്റത്ത് അറിഞ്ഞിട്ട് ഒരു സിഫത്തും കൂടി ഉണ്ട് എന്നാണ് നമ്മുടെ മദ്ഹബ്. ശറഅലൊക്കെ നമ്മൾ ഓതിയിട്ടുണ്ടാവും, ബിഅസ്ബിൽ മഫ്ഹൂമി. ലൈസത്ത ഐനദ്ദാത്തി, അതായത് ഐനുദ്ദാത്തല്ല അർത്ഥം നോക്കുമ്പോ. എന്നാ അവര് പറയുന്നു ഇവിടെ ഐനല്ല എന്ന് പറയുന്നു. ഇൽമ പറഞ്ഞ എന്തല്ല, അവിടെ നല്ല മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഐനല്ല, എന്നാ വൈറും അല്ല. ഐനല്ലെങ്കിൽ പിന്നെ വയറല്ല ആവുള്ളൂ എന്ന് ചോദിച്ചണ്ട. എന്തുകൊണ്ട് ആ വയറല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, വിട്ടുപിരിയൽ ജായിസാണ് എന്ന അർത്ഥത്തിന്. ബിഹൈസു ലാ യജൂസു ഇൻഫികാഖു, വിട്ടുപിരിയൽ ജായിസൽ ഗൈറു അല്ല. ഹൈസു ലാ യജൂസു ഇൻഫികാഖുഹാ ഇൻഫികാഖുഹുമ, അല്ലാഹുവിന്റെ സിഫത്ത് വിട്ടുപിരിയൽ ലാ യജൂസു, അതായത് അപ്പൊ വിട്ടുപിരിയാൻ പറ്റൂല. വൈറു അല്ല എന്നാ പറയുന്നത്, അയിനല്ല. പിന്നെ എന്തും അല്ല, വൈറല്ല പറഞ്ഞാൽ എണ്ണകാൻ പറ്റൂല, വിട്ടുപിരിയാൻ പറ്റൂല. അള്ളാഹിന്റെ ദാത്തിൽ തന്നെ കായിമാകണം എന്നർത്ഥത്തിൽ. അപ്പൊ അത്ര അർത്ഥമല്ലോ.
അയിനു വയറും അല്ല എന്ന് പറയുമ്പോൾ രണ്ടോ ഇർത്തിഫാവിനൊക്കെ വന്നില്ല എന്ന് ചോദിക്കണ്ട. അതിന് രണ്ട് വയറല്ല എന്നവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വിട്ടുപിരിയലില്ല. മനസ്സിലായ? നമ്മുടെ സറലക്കാരിൽ പറഞ്ഞിട്ട് സിഫാത്തുഹു ലാഹുവ വലാ ഗൈറഹു. ലാഹുവ അവൻ തന്നെ അല്ല, എന്നാ വൈറും അല്ല. അപ്പൊ അവിടെ അതിനിങ്ങനെ സാരി വിശദീകരിച്ചിട്ടുണ്ട്. വയറല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വിട്ടുപിരിയാൻ പറ്റൂല എന്നാണ്. അതാണ് ഇവിടെ ചുരുക്കിപ്പോ പെട്ടെന്ന് പറഞ്ഞത്. അപ്പൊ ആലിമ് ഖാദിർ നമ്മളാ 7 സിഫത്തില്ലേ, ഖുദ്റത്തുൻ ഇറാദത്തുൻ സംഉം ബസർ ഹയാത്തുനിൽ ഇൽമു കലാമുൻ ഇസ്തമ. ആ 7 സിഫത്തുകളാണ് ഈ കിസ്മിൽപ്പെട്ട സിഫത്ത്. എന്തല്ലാത്തത് ഐനും അല്ല വൈറും അല്ല. വൈറല്ല എന്നുണ്ടെങ്കിൽ മാന മനസ്സിലാക്കിയാണ് പോണം. വയങ്കസ്യമായതൻ വേറൊരു ഓഹരി ഇലാമായുദുല്ലു അലാ നിസ്ബത്തിൻ ഖാരിജിയത്തിൻ അലാ നിസ്ബത്തിൻ ഖാരിജിയത്തിൻ ദാത്തിൽ മുസമ്മ. മുസമ്മാന്റെ ദാത്തിനെ തൊട്ട് പുറത്തായ ഒരു ബന്ധത്തിന്റെ മേലെ അറിയിക്കണ ചില സിഫത്തുകളുണ്ട്. ഖാലിഖ് എന്താ അർത്ഥം? ചിന്തിച്ചോക്കി. സിഫത്തുകൾ അള്ളാന്റെ സിഫത്ത് എല്ലാം ഒരുപോലെ അല്ല എന്നാ പറയാൻ പോണത്. ഖാലിഖ്, റാസിഖ്. അതെ, ഒരു റിസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സിഫത്ത്, ഇൽമ എന്ന് പറഞ്ഞിട്ടൊരു സിഫത്ത്, സായിദായ സിഫത്ത് ദാത്തിലുണ്ട് നമ്മൾ പറഞ്ഞത്. അതേപോലെ അല്ല റാസിഖ് എന്ന സിഫത്തിന്റെ റിസ്ക് പറഞ്ഞിട്ടൊരു സിഫത്ത് നമ്മൾ എണ്ണിയിട്ടില്ല. ഖൽഖ് എന്ന് പറഞ്ഞിട്ടൊരു സിഫത്തിന് അള്ളാഹ്ക്ക് അവിടെ എണ്ണണില്ല. അപ്പൊ ഹഖീഖത്തായ ഒരു സിഫത്ത് ഉള്ളവൻ എന്നല്ല റാസിഖിന്റെയും ഖാലിഖിന്റെയും അർത്ഥം. മറിച്ച് അള്ളാഹു ഖൽഖ് ചെയ്യുമ്പോൾ മഖ്ലൂഖുമായി അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്ന സിഫത്ത് എന്താകാണ്? ബന്ധിക്കാണ്. അപ്പൊ അവിടെ ഒരു ഖൽഖ് എന്നൊരു സിഫത്ത് ഇല്ല. അതവിടെ നേരത്തെ പറഞ്ഞത് മാ യദുല്ലു അലാ നിസ്ബ, ഒരു ബന്ധം മാത്രമാണ്. ഒരു പ്രത്യേക, ഇപ്പൊ ഞാൻ വാപ്പയാണ് എന്നത് ഒരു പ്രത്യേകമായ ഒരു സിഫത്തൊന്നും അവിടെ വരുന്നില്ല. ഞാന് വാപ്പ അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടായതിനെക്കാട്ടി എന്തോ ഒരു സായിദയായ എൻ്റെ ദാത്തിൽ ആണ്, എൻ്റെ ദാത്തിനെക്കാട്ടി സായിദയായ ഒരു പ്രത്യേകമായ ഇൽമു വന്നതുപോലെ, ഖുദ്റത്ത് വന്നതുപോലെ, ഹയാത്ത് വന്നതുപോലെ, സമ്മ വന്നതുപോലെ, ബസർ വന്നതുപോലെ. നമ്മള് അള്ളാന്റെ ബസറിനോട് തുല്യപ്പെടുത്തല്ല, എന്നാലും നമുക്ക് എന്തോ ഒരു സംബന്ധമല്ല. അതുപോലെ എന്തോ സായിദയായ ഒരു സിഫത്ത് ഇങ്ങോട്ട് വന്നോ? ഇല്ല. മകനുണ്ടായപ്പം വാപ്പാന്ന് പറയുന്നുള്ളൂ. ഞാനൊരു സഹോദരനാണ്, ഞാനൊരു അമ്മാവനാണ്, ഞാനൊരു മകനാണ്, ഞാനൊരു ജ്യേഷ്ഠനാണ്, ഞാനൊരു അനിയനാണ്, ഞാനൊരു ആങ്ങളയാണ്. അതൊക്കെ ഇപ്പോൾ സായിദയായ സിഫത്താണോ? ഇല്ല. ഞാനൊരു അമ്മോനാണ്, ഞാനൊരു എളാപ്പയാണ്, ഞാനൊരു മൂത്താപ്പയാണ്. അത് സായിദായ സിഫത്തല്ല. അപ്പുറത്ത് ആരൊക്കെ എന്നെ മൂത്താപ്പ എന്ന് വിളിച്ചതേ ഉള്ളൂ. അതേപോലെയാണ് ഖാലിഖ്, റാസിഖ് എന്നത് പറയാൻ പറ്റുമോ? മിമ്മാ ലാ യദുല്ലു അല സിഫത്തിൽ ഹഖീഖി, ഹഖീഖിയായ സിഫത്തിന്റെ മേലെ അറിയിക്കൂല. ഫഇന്നഹുമാ, ഈ ഖാലിഖ് മറ്റേ നല്ല മനസ്സിലാക്കണം അവിടെ. റാസിഖ് എന്നത് യദുല്ലാനി അലാ നിസ്ബത്തി ദാത്തി, ദാത്തിനിക്കൊരു ടച്ച് ഉണ്ട് എന്ന് അറിയിക്കുള്ളൂ. ബാപ്പയാണെന്ന് പറഞ്ഞു കൊടുത്തൊരു ടച്ചിന്റെ മേലെ അറിയിക്കും. എന്തോ ഒരു ടച്ച്, ഒരു ഹഖീഖിയായ ഒരു സിഫത്ത് ഇവിടെ വരുന്നില്ല, ഒരു ടച്ച് വരുന്നുണ്ട്. ഇലൽ ഖൽഖി, ഖൽഖിലേക്കുള്ള ഒരു റിസ്ക്, റിസ്കുമായുള്ള ഒരു ടച്ച്. വലാ ശക്ക അന്ന നിസ്ബത്ത ഗൈറു ദാത്തി, ആ ടച്ച് ദാത്തല്ല. എന്തേ? ആ ടച്ച് ദാത്തല്ല. അപ്പൊ ഖാലിഖ്, റാസിഖ് ഐനു ദാത്താണോ? ദാത്തല്ല എന്ന് ഉറപ്പാ. അപ്പൊ സിഫത്ത് എന്തായി? ഗൈറു ദാത്തായ ഒരു സിഫത്ത് വന്ന്. ഫൽ മുസന്നിഫു ജവ്വസ ഇത്ലാഖ ലഫ്ളിൽ ഇസ്മി അലാ സലാസത്തി മആനി. അൽ ലഫ്ളു അദ്ദാല്ലു അലൽ മുസമ്മ.
ഇത് ഇനി പിന്നെന്താ മൂപ്പര് പറഞ്ഞു നോക്കട്ടെ കേട്ടോ. മുസന്നിഫ് മൂന്നർത്ഥത്തിന് ഇസ്മ എന്ന് പറയാന്നാണ്. ഒന്ന് ലഫുദ്, ഓക്കെ, മുസമ്മിന്റെ മേലെ അറിയിക്കുന്ന ലഫുദ്, അത് നമ്മൾ പണ്ട് സിഫത്തിന്റെ അർത്ഥമല്ല കേട്ടാ, ലഫുദ്. നഫ്സു ദാത്തിൽ മുസമ്മ, ഒന്ന് സൈനബ വന്നു എന്ന് പറയും പോലെ മുസമ്മൻ. വസിഫത്തുൽ മൈനവിയത്തുൽ ഖായിമത്തു ബിൽ മുസമ്മ, മുസമ്മയിൽ നിൽക്കുന്ന മൈനവിയായ ഒരു സിഫത്ത്. ഫീ കുല്ലി വാഹിദിൻ ഇസ്മ എന്നുള്ളത് ഈ മൂന്നെണ്ണത്തിൽ ഉപയോഗിക്കാം. മിനാദിൽ മഹാനി സലാസത്തി കഖൗലിന സയ്യിദുൻ കാത്തിബുൻ സായിമുൻ വഖൗലി അലൈഹിസ്സലാം ഇന്ന ലില്ലാഹി 99 ഇസ്മൻ. നമ്മളിപ്പോ മുസന്നിഫ് ഇവിടെ പറഞ്ഞു വെച്ച സിഫത്ത് ഉദ്ദേശിച്ചാൽ ഇൻകസമ അള്ളാന്റെ സിഫത്ത് ഓഹരിയാകും ഗസാമ സിഫത്തി ഇന്ദഹു, പൊതുവെ സിഫത്ത് ഓഹരിയാകുന്ന അതേ ഓഹരി എത്ര ഇലമാഹുവ നഫ്സുൽ മുസമ്മ, മുസമ്മ നഫ്സ്. അതിപ്പോ ഞാൻ ഒന്നാണ് പറഞ്ഞുതരാം. അള്ളാഹു മൗജൂദ് എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹു എന്ന സിഫത്തല്ലാതെ വുജൂദ് എന്നൊരു സിഫത്ത് അവിടെ ഇല്ല. സംഭവം നമ്മളെ 7 സിഫത്തില 7 സിഫത്തും പിന്നെ 7ന്റെ ആലിമ് ഖാദിറും. അപ്പൊ 7 എത്ര? മനസ്സിലായി? ഞാൻ പറഞ്ഞ റൂട്ട് മനസ്സിലായ? 7 സിഫത്തിന് മുസ്തക്കായ പദം എടുക്കുക, ആ സിഫത്ത് ഇസ്മുഫായിൽ എടുക്കുക. അപ്പൊ എന്താണ്? 7 7 14. ബാക്കി 6 അല്ലാഹു മൗജൂദ്, അതിന് വുജൂദ് എന്ന സിഫത്ത് ഇട്ടിട്ടില്ല. ഖദീമുൻ ബാഖിൻ മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വവാഹിദുൻ. എന്നതാ? الله موجود قديم باقي مخالف للخلق بالاطلاق قائم واني وواحد. അവിടെ വാഹിദ് അവിടൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഇൽമ പോലെ ഒരു ഹഖീഖിയായ സായിദയായ സിഫത്ത് വരുന്നില്ല. മൗജൂദ്, അല്ലാഹു മൗജൂദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹ് എന്നുള്ളതാ. വുജൂദ് എന്ന് പറഞ്ഞിട്ടൊരു സിഫത്ത് ഉണ്ടാവില്ല. ലാത്തിനാണ് വുജൂദ് എന്ന് പറയുന്നത് എന്നാണ്. അള്ളാഹ് മൗജൂദാന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ്ട് ഉണ്ടാവലെന്നെ, അള്ള തന്നെയാണ്. പിന്നെ അവിടെ ഒരു ഉണ്ടാവുക എന്ന് പറഞ്ഞ സംഭവമില്ല. അത് നമ്മൾ ഒരു കണക്കാക്കൽ മാത്രമാണ്, അത് ഹഖീഖത്തിലില്ല. അള്ളാഹു ഞാനിപ്പോ അങ്ങോട്ട് ഉണ്ടായി, ഇങ്ങോട്ട് മൗജൂദായാലേ അവിടെ ആ ലാത്തുള്ളൂ. പിന്നെ ഏറെ ഒരു വുജൂദ് പറഞ്ഞിട്ട് സംഭവം അവിടെ നടക്കണില്ല. ആ മൗജൂദ് എന്ന ഇത് പറയുമ്പോ അവിടെ ഐനുദാത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മൗജൂദിനിക്ക് വുജൂദ് അറിഞ്ഞിട്ടൊരു സംഭവം അവിടെ ഇല്ല. ഐനുദാത്ത് ഇങ്ങോട്ട് ആണ് ഖാരിജിക്ക് ഉള്ളതാകലാണ്. അതന്നെയാണ് ഈ വുജൂദ് പറഞ്ഞത്. ഐനുദാത്തിന്റെ പുറമെ എന്തോ ഒരു വുജൂദ് പറഞ്ഞ സിഫത്ത് അവിടെ അങ്ങനെ ഫിറ്റിങ്ങിൽ സായിദായിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂല. ഐനുദാത്ത് തന്നെയാണ് വുജൂദ്. ഒരു സാധനത്തിന്റെ ഐനുദാത്ത് തന്നെയാണ് വുജൂദ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വുജൂദ് പറഞ്ഞിട്ട് ഏറെ കൊടുക്കാതെ. അതാണ് ഇവിടെ ഓഹരിയാകും. അള്ളാന്റെ സിഫാത്ത് നോക്കുമ്പോ നഫ്സുൽ മുസമ്മനായിരിക്കും. വയറുണ്ടാവും. വയറാണ് നമ്മളെ ഖാലിഖ് റാസിഖ്. അതെന്താണ്? വയറാണ്, വയറദാത്താണ്. മനസ്സിലായ? വൈലാമ ഹുവ
വൈലാമ ലൈസ ഹുവ വല വൈറുഹു, ഹുവയല്ല വൈറു അല്ല. അതാണ് ആലിമു കുദറത്ത്. നമ്മൾ പറഞ്ഞിക്കണേ, ഷർലക്കായത് ഞാൻ നേരത്തെ ഉദ്ധരിച്ചു. അവിടെ എന്തല്ല, നഫ്സു അല്ല, ഐനുദാത്തു അല്ല, വൈറല്ല. വൈറല്ല പറഞ്ഞാൽ ഇംഫിക്കാക്ക് ജായിസല്ല എന്നുള്ള അർത്ഥത്തിലുള്ള വൈറല്ല. മനസ്സിലായ? അങ്ങനെ 3 ഇനങ്ങളാക്കിയിട്ടുണ്ട് സിഫാത്ത് ഉദ്ദേശിച്ചാൽ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? സിഫാത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐനുദാത്ത് എന്നും പറയാൻ പറ്റൂല. അല്ല, 3 ഇനങ്ങളാകാം. 3 ഇനങ്ങളായ സിഫത്തുണ്ട്. ഇസ്മുൽ ലഫ്ളാണ് ഉദ്ദേശിച്ചതെങ്കിൽ വൈറുൽ മുസമ്മയാണ്. ചിലപ്പോ എന്തുദ്ദേശിക്കാതാ എന്തുദ്ദേശിച്ചാല് ദാത്തിനെ ഉദ്ദേശിച്ചാൽ മുസമ്മ തന്നെയാണ്. സിഫാത്തിനെ ഉദ്ദേശിച്ചാൽ 3 ഇനം സിഫത്തുകളായി തിരിയും. ആ 3 ഇനത്തിലേക്ക് സൂചന ഞാൻ പറഞ്ഞു. മൗജൂദ്, പിന്നെ മറ്റേ ഖാലിഖ് റാസിഖ് 2 ഇനാക്കാം, പിന്നെ ആലിമ് ഖാദിർ അത് 3 ഇനം ആക്കാം. അത് മതി. പോയത് തീരൂല. നേരത്തെ ഓതി. ربنا تقبل منا انك